മറ്റു വിവരങ്ങളിലേക്ക് പോയാൽ സംസ്ഥാനത്ത് 14 ജില്ലകളിലും മഴ മുന്നറിയിപ്പുണ്ട്. 12 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട് തുടരുകയാണ്. തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. നാളെ 10 ജില്ലകളിൽ യെല്ലോ അലേർട്ടാണ്. തെക്കൻ ഗുജറാത്ത് തീരം മുതൽ വടക്കൻ കേരള തീരം വരെ തീരദേശ ന്യൂനമർദ്ദ പാത്തി തുടരുകയാണ്. രജീഷ് നരിക്കുനി വിശദാംശങ്ങളുമായി. രജീഷ്, കനത്ത ദുരിതത്തിലാണ് ഈ സമയം തന്നെ കേരളം ആകെ ഉള്ളത്. ഈ പുതിയ മുന്നറിയിപ്പുകൾ ഏതെങ്കിലും നിലക്ക് ആശ്വാസം തരുന്നുണ്ടോ? സൈഫുദ്ദീൻ, ആശ്വാസകരമാണ്. കാരണം നാളെ തൊട്ട് മഴ അല്പം കുറയുമെന്നാണ് ഇതുമായി ബന്ധപ്പെട്ട കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രമൊക്കെ നൽകുന്ന വിവരം. നാളെ 10 ജില്ലകളിൽ മാത്രമേ യെല്ലോ അലേർട്ട് ഉള്ളൂ. അതൊരു ആശ്വാസകരമായ കാര്യം തന്നെയാണ്. ഇന്ന് 14 ജില്ലകളിൽ മുന്നറിയിപ്പുണ്ട്. അതിൽ 12 ജില്ലയിൽ ഓറഞ്ച് അലേർട്ടാണ്. ഒപ്പം കൊല്ലം, തിരുവനന്തപുരം ജില്ലകളിൽ യെല്ലോ അലേർട്ടും ഇന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇന്നലെയും നമുക്കറിയാം, വൈകിട്ട് ഇന്നത്തെ ദിവസം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഇന്നലെ വൈകിട്ട് വരെ യെല്ലോ അലേർട്ടായിരുന്നു. പക്ഷേ രാത്രിയോട് കൂടിയാണ് പിന്നീട് അത് ഓറഞ്ച് അലേർട്ടായി മാറുന്നത്. ഇനി വൈകിട്ടൊരു സാഹചര്യം കൂടി നോക്കി ശേഷം മാത്രമേ നമുക്ക് കൃത്യമായി പറയാൻ കഴിയുള്ളൂ. അതേസമയം തന്നെ 7-ാം തീയതി മുതൽ സംസ്ഥാനത്ത് വീണ്ടും മഴ ശക്തമാകുന്ന മുന്നറിയിപ്പും ഇതുമായി ബന്ധപ്പെട്ട് നൽകുന്നുണ്ട്. ഇപ്പോൾ തെക്കൻ ഗുജറാത്ത് തീരം മുതൽ വടക്കൻ കേരളം വരെ ഒരു തീരദേശ ന്യൂനമർദ്ദ പാത്തി നിലനിൽക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ രൂപം കൊണ്ടൊരു അതിൻ്റെയൊക്കെ ഫലമായി തന്നെയാണ് കേരളത്തിൽ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ വലിയ മഴ ലഭിച്ചത്. വടക്കൻ കേരളത്തിൽ നിന്ന് കന്യാകുമാരി തീരം വരെ മറ്റൊരു ന്യൂനമർദ്ദ പാർട്ടിയും ഇപ്പോൾ നിലവിൽ വന്നിട്ടുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ മധ്യ രാജസ്ഥാന് മുകളിലായി മറ്റൊരു ചക്രവാത ചുഴിയും ഒക്കെ നിൽക്കുന്നത്. ഇതിൻ്റെയൊക്കെ ഭാഗമായി 2, 3, 6 തീയതികളിൽ സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിട്ടുള്ളത്. ഒപ്പം തന്നെ മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയടിച്ചേക്കാവുന്ന ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പിൽ പറയുന്നു. ഒപ്പം കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ആ വിലക്ക് ഇപ്പോഴും തുടരുന്നുണ്ട്. മോശം കാലാവസ്ഥയ്ക്കും ഒപ്പം തന്നെ മണിക്കൂറിൽ 60 കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയടിച്ചേക്കാവുന്ന ശക്തമായ കാറ്റിനുമാണ് സാധ്യതയുള്ളത്. അതുകൊണ്ട് തന്നെ മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്ന കർശന നിർദ്ദേശം ഇതുമായി ബന്ധപ്പെട്ട് നൽകിയിട്ടുണ്ട്. സംസ്ഥാനത്ത് 202 ദുരിതാശ്വാസ ക്യാമ്പുകളാണ് ഇതുവരെ തുറന്നിട്ടുള്ളത്. അതിൽ 66 ക്യാമ്പുകൾ 1669 പേരെ മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ഈ ക്യാമ്പ് തുറന്നിട്ടുള്ളത് പത്തനംതിട്ട ജില്ലയിലാണ്. എന്തായാലും സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും ഇത്തരത്തിൽ ജാഗ്രത പുലർത്തണം. നാളെ 10 ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ഇത്തരത്തിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്തായാലും വൈകിട്ടോടുകൂടി നമുക്കറിയാം നാളത്തെ ഒരു സാഹചര്യം എന്താവുമെന്ന്. നിലവിൽ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യമില്ല. മഴ കുറഞ്ഞു വരികയാണ് എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇതുമായി ബന്ധപ്പെട്ട മുന്നറിയിപ്പിൽ പറഞ്ഞിരിക്കുന്നത്.